ഒരു ഹറാമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നന്മയും ഒരു തിന്മയും ഒരുമിച്ച് ഒരേ സ്പേസിൽ ഒത്തുപോകില്ല. ആ റിയാലിറ്റി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കാനുള്ള ടെൻഡൻസി കുറയും, ഖുർആൻ ഓതാനുള്ള ടെൻഡൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. നേരെ തിരിച്ചും ഉണ്ടാവും. നമ്മൾ ഒരു നന്മ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും കുറയും. അപ്പോൾ നമ്മളൊരു ഹറാമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒബിയസ്ലി നമ്മുടെ സ്പിരിച്വൽ ടെൻഡൻസി റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ലൈഫിൽ നിന്ന്. ഗ്രാജുവലി അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മളെ പടച്ചവനുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിനൊക്കെ അഫക്റ്റ് ചെയ്യും. സോ മാക്സിമം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഹറാമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ ബ്രേക്ക് ചെയ്യാം. പ്രണയത്തെ കൊല്ലുന്നതിന് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമായിട്ടുള്ള പ്രണയത്തിൽ ഇൻവോൾവ് ആവുന്നതിനേക്കാൾ ബെറ്റർ അത് ബ്രേക്ക് ചെയ്യുന്നതാണ്.